ഹലോ ഗൈസ്. ഇന്ന് ജിമ്മിൽ പോകുന്നതിന് രണ്ട് മെയിൻ കാരണങ്ങളാണുള്ളത്. ഒന്ന് ഒബ്വിയസ്ലി വർക്കൗട്ട് ചെയ്യണം. രണ്ട്, ജിമ്മിൻ്റെ താഴെ നല്ല അടിപൊളി ഉപ്പിലിട്ടതെല്ലാം കിട്ടുന്ന ഒരു വലിയ കടയുണ്ട്. ജിമ്മ് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കട കാണുന്നത്. കുറച്ച് ഉള്ളോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാറില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും 2-3 സാധനങ്ങൾ വാങ്ങി കഴിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇന്ന് ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. സാധാരണ സച്ചുവാണ് ഓടിക്കാറ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കട. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നില്ല. നല്ല കുട്ടികളായി ജിമ്മിൽ പോയി വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് പിന്നെ അധികം ക്ഷീണമൊന്നും ഇല്ലായിരുന്നു, ചെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഓക്കെ ആയിരുന്നു ഞാൻ. ഇത് കണ്ട ആർക്കാ വാങ്ങാതിരിക്കാൻ തോന്നുന്നു? എത്ര സാധനങ്ങളാണ്. ഉപ്പിലിട്ടേന്ന് ഒരു 5-6 വെറൈറ്റീസ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന്. പിന്നെ വിചാരിച്ച് വീട്ടിലെല്ലാം പോയി സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതങ്ങ് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്കിതിന് അധികം ക്രേവിങ്സ് അങ്ങനെ ത്വരയൊന്നും വരാറില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിങ്ങനെ ഒപ്പരം കണ്ടപ്പോൾ എനിക്കിത് വാങ്ങാതിരിക്കാനും വയ്യ. പിന്നെ നമ്മൾ എസ്തെറ്റിക്കിന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ നിന്നല്ല പുറത്തു നിന്നാണ് കഴിക്കുന്നത്. ആദ്യം തന്നെ ആ വെള്ളം അങ്ങ് കുടിച്ച് എന്താ ഫീല്, വേറെ ലെവല്. പിന്നെ അതിലേറ്റവും വലിയ പീസായ ക്യാരറ്റ് കഴിച്ച്. ക്യാരറ്റ് നന്നായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സച്ചുവിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചൗച്ചവാണ്. ഞാൻ എപ്പോൾ പോയാലും ഇത് ട്രൈ ചെയ്യാറില്ല. ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇനി ഇത് ട്രൈ ചെയ്തത് കുളമായാലോ ടേസ്റ്റ് ഇല്ലെങ്കിലോ വിചാരിച്ച് ഞാൻ നോക്കാറില്ല. വാങ്ങിയതിൽ റിഗ്രറ്റ് അടിച്ച 2 ഐറ്റംസാണ്. അതിലൊന്നാണ് ഈ കോൺ. ഞാനിത് വാങ്ങിയത് എന്ന് തോന്നിപ്പോയി, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് മാങ്ങ ഇല്ലാതെ എന്ത് ഉപ്പിലിട്ടത്. അപ്പോൾ അത് കഴിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. അത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറയുന്നു, എനിക്ക് പുളി അടിച്ചിട്ട് ഇങ്ങനെ കവിളെല്ലാം കുഴിഞ്ഞു പോകുന്നെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നു എൻ്റെ അടുത്ത്. രണ്ടാമത് റിഗ്രറ്റ് അടിച്ചത് ഈ കോവക്ക. ഇത് വേണ്ടിയില്ലായിരുന്നു നന്നായി. പിന്നെ നമ്മുടെ പേരക്ക വന്നു. പേരക്ക ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ നെല്ലിക്ക വന്നു. നെല്ലിക്ക അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപ്പിലിട്ടതും ഞാൻ കഴിച്ചതും നെല്ലിക്കയായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യുക. ബൈ.